അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന് ഏറെക്കുറെ ഇറാനിൽ നിന്ന് പുറത്തിറങ്ങുന്ന മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്ന് അത്തരം മീഡിയകളും അത്തരം പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് ഇറാൻ്റെ അകത്ത് നടത്തിയിരിക്കുന്ന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ലോകത്തൊരു പത്രവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാറില്ല. ഒരു മീഡിയയും അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയും ചെയ്യാറില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് അസ്തമിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇറാൻ്റെ സൈനിക വിഭാഗത്തിൽ, അതായത് മിലിറ്ററികൾക്ക് അത് സാധിച്ചു എന്നുള്ളതാണ്. ആദ്യാദ്യ ഘട്ടത്തിലൊക്കെ വളരെ ക്ഷമയോടുകൂടിയും ശാന്തതയോടുകൂടിയുമാണ് ഇതിനെ അവർ അഭിമുഖീകരിച്ചത്. അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ന്യായപരമായിരിക്കുന്ന ആവശ്യ കാര്യങ്ങളൊക്കെ തങ്ങളത് പരിശോധിക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനും തയ്യാറാണ് അത് സർക്കാരിനോടായിട്ട് ആയത്തുള്ള അലി ഖംനായി എന്ന് പറഞ്ഞ സുപ്രീം ലീഡറും പറഞ്ഞു. അവരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുകയും അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും വേണം എന്ന് സർക്കാരിനോട് പറഞ്ഞു. പ്രക്ഷോഭകാരികളോട് പറഞ്ഞു, നിങ്ങളുടെ വിഷയങ്ങൾ സർക്കാരുമായിട്ട് സംസാരിക്കുക, മാന്യമായ രീതിയിലൊരു പരിഹാരം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്ന് പ്രക്ഷോഭകാരികളോടും പറഞ്ഞു. പക്ഷേ പ്രക്ഷോഭകാരികൾ അത് അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. സർക്കാർ തലത്തിൽ നിന്ന് ഈ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഇവരെല്ലാവരും വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു, ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടതാണ്. ഏതൊരു പ്രക്ഷോഭകാരികൾക്കും ഞങ്ങളുടെ പ്രവേശിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാം, അതിന് മാന്യമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കും. ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് തരൂ, നമുക്കതും പരിശോധിക്കാം. വളരെ കൃത്യവും മാന്യമായ രീതിയിൽ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു. പക്ഷേ പ്രക്ഷോഭകാരുടെ ലക്ഷ്യം പ്രശ്ന പരിഹാരമല്ലായിരുന്നു, സാമ്പത്തികപരമായിരിക്കുന്ന പ്രശ്ന പരിഹാരമല്ല. പകരം അവരുടെ ഉദ്ദേശം സർക്കാർ ഭരണം അട്ടിമറിച്ചുകൊണ്ട് പഹ്ലവി രാജവംശത്തെ രണ്ടാമതോടെ പ്രതിഷ്ഠിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും നടക്കില്ലെന്ന് സർക്കാർ കൃത്യതയോടുകൂടി പറഞ്ഞു. ക്ഷമയുടെ നെല്ലിപ്പടി അവസാനിച്ച സമയത്ത് പിന്നീട് സൈനികമായ ഇടപെടൽ നടന്നു. വെടിവെപ്പുണ്ടായി, മരണങ്ങളുണ്ടായി, അറസ്റ്റുകളുണ്ടായി, കഠിനമായിരിക്കുന്ന ശിക്ഷയുണ്ടായി. അങ്ങനെ രാജ്യത്തിൻ്റെ അകത്തുള്ള 31 പ്രവിശ്യയിലും ഈ സംഭവങ്ങൾ തുടർന്നു. രഹസ്യ പോലീസും രഹസ്യ സൈനിക വിഭാഗവും സർക്കാരിൻ്റെ സൈനികരും അടക്കം എല്ലാവരും രംഗത്തിറങ്ങിക്കൊണ്ടാണ് ഒതുക്കിയത് എന്ന് ചുരുക്കം. ഇപ്പോൾ പറയുന്ന കാര്യം, ഇനിയൊരു യുദ്ധസമാന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്, നേരിട്ട് കൊണ്ട് അമേരിക്ക ആക്രമിക്കും. ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBM അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ അവസാനിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. 10,000 കിലോമീറ്റർ ദൂരപരിധിയാണ് ഏകദേശം കണക്കാക്കുന്നത്. അഥവാ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനിൽ നിന്ന് അമേരിക്കയിലെ ഈ ബോസ്റ്റൺ, മിയാമി, ഫ്ലോറിഡ, ചിക്കാഗോ പോലെയുള്ള തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയിലേക്ക് തലസ്ഥാന നഗരിൽ ഇരുന്നു കൊണ്ട് മിസൈൽ വിടാൻ മാത്രം സാങ്കേതിക രംഗത്ത് ഇറാൻ മുന്നേറിയിരിക്കുന്നു എന്ന് ചുരുക്കം. ഇതാണ് അവിടെ പ്രകടമായിരിക്കുക, അല്ല റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നിരിക്കുന്നത്. വേണ്ടി വന്നാൽ ഇറാനിൽ നിന്നുകൊണ്ട് തന്നെ അമേരിക്ക ആക്രമിക്കാൻ മാത്രം യഥാർത്ഥത്തിൽ ഇവർ ശക്തി നേടിയിരിക്കുന്നു എന്ന് ചുരുക്കം. ഇത് അമേരിക്കക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയും ഭയപ്പാടും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഔദ്യോഗികപരമായ രീതിയിൽ യഥാർത്ഥത്തിൽ 3000 കിലോമീറ്ററിൻ്റെ 2000 to 3000 കിലോമീറ്ററിൻ്റെ മിസൈൽ നിർമ്മിതമാണ് പുറത്ത് വന്നിരിക്കുന്നത്. അത് പരസ്യമായ രീതിയിൽ ഇറാൻ പുറത്താക്കിയതും അത് തന്നെയാണ്. എന്നാൽ രഹസ്യമായ രീതിയിലുള്ള ഈ പരീക്ഷണത്തിൽ 10,000 കിലോമീറ്ററിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് മാത്രമല്ല, അവിടെ തന്നെ അവസാനിക്കുന്നില്ല. 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ നിർമ്മിക്കപ്പെട്ട ഒരു രാജ്യത്തിന് അത് 15,000 കിലോമീറ്റർ ആക്കി മാറ്റാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ആണവായുധ സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ ഇറാനെ വലിയ രീതിയിൽ സംശയത്തിൻ്റെ മുലയിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത് ലോകരാജ്യങ്ങൾ. അത് ഇല്ല എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ കൈവശത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. സമ്പുഷ്ട യുറേനിയം 60% നിന്ന് 90% ആക്കാൻ വേണ്ടി ഇറാന് സാധിച്ചിട്ടുണ്ട് എന്ന് IAEA അറ്റോമിക് ഇൻ്റർനാഷണൽ ഏജൻസി തന്നെ ഇറാനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇറാൻ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. 40 വർഷത്തെ വളർച്ചയ്ക്ക് പകരം അവർ 100-ലധികം വർഷത്തെ വളർച്ച സംഭരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ ഉപരോധത്തിനിടയിൽ നിന്നാണ് സ്വയം പര്യാപ്തമായിരിക്കുന്ന സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കി കൂട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ സൈനികപരമായിരിക്കുന്ന മുന്നേറ്റം, അല്ല ആയുധപരമായിരിക്കുന്ന നിർമ്മിതിയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ വളരെ വളരെ വലുതാണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അമേരിക്കക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, അത് അമേരിക്ക ഇതിന് മുൻപ് തന്നെ
ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമിച്ചുകൊണ്ട് 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 11 അമേരിക്കൻ സൈനികർ പരിക്കേറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു തിരിച്ചടി അമേരിക്കക്ക് നൽകാൻ വേണ്ടി 15 ദിവസം അവർ ആലോചിച്ചു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് നൽകുന്ന സമയത്ത് ഹിസ്ബുള്ള ഗ്രൂപ്പിനെ അമേരിക്ക ആക്രമിച്ചാലും ഇറാൻ അമേരിക്ക ആക്രമിച്ചാലും ആ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കില്ലെന്ന് അമേരിക്കയ്ക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് 15 ദിവസം കഴിഞ്ഞു എന്ന് മാത്രമല്ല, പല ഘട്ടങ്ങളിലും പല രൂപത്തിലും ഇവരോട് ഈ കാര്യങ്ങൾ, അതായത് അമേരിക്കയിലെ ജനങ്ങൾ, അമേരിക്കയിലെ പൗരന്മാർ അമേരിക്കയിലെ സർക്കാരിനോട് നമ്മുടെ രാജ്യത്തിലെ 3 പൗരന്മാർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് നിരന്തരം ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അതിന് മറുപടി നൽകാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ചത്. അങ്ങനെ അവർ മറുപടി നൽകിയവിടെ ഇറാഖിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ സൈനിക ആസ്ഥാന മന്ദിരത്തെയാണ് അവർ തകർത്തത്. എന്നിട്ടോ മരിച്ച സാധാരണക്കാരാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകാൻ പോലും അമേരിക്ക ഭയപ്പെട്ടിരിക്കുന്ന ഒരു ആക്രമണമായിരുന്നു ജോർദാൻ്റെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുണ്ടായത്. ഇങ്ങനെ വല്ലാത്ത രീതിയിലൊരു സങ്കീർണമായിരിക്കുന്ന വിഷയമാണ് ഇറാനെ തൊട്ടാൽ ഉണ്ടാവുക എന്നുള്ളത് ഏറെക്കുറെ അവർക്ക് തന്നെ ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ആക്രമിക്കും എന്നുള്ളതും പ്രയാസമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സൈനിക മേധാവിയായിരുന്ന ഖാസിം സുലൈമാനിയെ ഈ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്തും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപായിരുന്നു. ട്രംപ് ഭരിക്കുന്ന ആ കാലത്താണ് ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് ഇറാൻ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. തങ്ങൾ ഇതിന് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. രാജ്യത്തിലെ ഏറ്റവും വില കൂടിയിരിക്കുന്ന നേതാവാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അമേരിക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി അമേരിക്കക്ക് തന്നെ ഉണ്ടാവും എന്ന് പറയുക മാത്രമല്ല, യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ ഉയർത്താറുള്ള റെഡ് കൊടി, ചെങ്കൊടി അവരുടെ പാർലമെൻറ്റിന് മുമ്പിൽ ഉയർത്തി എന്നുള്ളതിൻ്റെ സൂചന യുദ്ധം പിറകെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷമാണ് 2-3 ദിവസം കഴിഞ്ഞ സമയത്ത് അമേരിക്കയുടെ സൈനിക ബേസ്, ബാഗ്ദാദിനോട് ചേർന്നുള്ള അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ 60-ലധികം തവണ ഇറാൻ ആക്രമണം നടത്തി. 12-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതും 60 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും 2 റിപ്പോർട്ടൊന്ന് പുറത്തു വന്നതാണ്. പക്ഷേ അമേരിക്ക അത് സ്ഥിരീകരിച്ചില്ല. അമേരിക്ക ഒരു സൈനികൻ്റെ മരണത്താണ് സ്ഥിരീകരിച്ചത്. കുറച്ച് ആൾക്കാർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിനെ ആ വിഷയത്തിൽ ഇടപെടാതിരിക്കുകയാണ് ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ ഉണ്ടാകുന്ന മറ്റ് സൈനിക ആക്രമണമോ അല്ലെങ്കിൽ മറ്റ് രാജ്യത്തിന് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും മരണമോ നാശങ്ങളോ നഷ്ടങ്ങളോ അവർ അംഗീകരിക്കുക, അവർ സ്ഥിരീകരിക്കുക, അതോടൊപ്പം തന്നെ ലോകത്തോടത് പറയുകയില്ല. ഇവിടെ നടന്നിരിക്കുന്ന സംഭവം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിൽ അന്വേഷണം നടത്താൻ വേണ്ടി, രഹസ്യപരമായിരിക്കുന്ന അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടൊക്കെ IAEAക്ക് ഇവർ അനുമതി നൽകിയിരുന്നു. ആ അനുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് ഇറാൻ സർക്കാർ നേരിട്ട് തന്നെ IAEAയുടെ ഉദ്യോഗസ്ഥന്മാരെ രാജ്യം വിട്ടു പോകാൻ വേണ്ടി പറഞ്ഞു. അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം, ആണവായുധ കേന്ദ്രത്തിന് നേരെ ഇസ്രായേലും അമേരിക്കയും ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയിട്ടും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ എത്തിയിരിക്കുന്ന ആളുകൾ മൗനം പാലിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ അവർ ആ മൗനം പാലിച്ചത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കുറച്ചും കൂടി സങ്കീർണമാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. 9,500, 9,300 ഇത്തരം ദൂരെയാണ് യഥാർത്ഥത്തിൽ ഫ്ലോറിഡ, മിയാമി പോലെയുള്ള സ്ഥലത്തേക്ക് ഇറാനിൽ നിന്നുള്ള ദൂരം. ഏറ്റവും അടുത്തുള്ള സ്ഥലം മിയാമി ആയിട്ടാണ് കണക്കാക്കുന്നത്. 9,580 കിലോമീറ്ററാണ് ഉള്ളത്. ഇവരുടെ കയ്യിലുള്ളത് 10,000 കിലോമീറ്ററിൻ്റെ ദൂരപരിധിയുള്ള മിസൈൽ. അതിന് പുറമെ 15,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ നിർമ്മിച്ചുകൊണ്ട് പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്ന രാജ്യമാണ് കൊറിയയും ഇറാനും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമായതുകൊണ്ട് ഒരുപക്ഷെ ഇത്തരം മിസൈലുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കില്ല എന്ന ഉറപ്പാണ്. അങ്ങനെ ആ സമയത്ത് യുദ്ധത്തിന് മറ്റൊരു തലം ഉണ്ടാകുകയും ചെയ്യും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആയുധപരമായ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി അവർ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ള പ്രയോഗം എന്ന് പറഞ്ഞാൽ മറ്റു ലോക രാജ്യത്തിൽ നിന്ന് മിസൈലാണെങ്കിലും ടാങ്കുകളാണെങ്കിലും മറ്റ് ആയുധ സംവിധാന കാര്യങ്ങളൊക്കെ വിലക്ക് വാങ്ങി ഇവിടെ രാജ്യത്ത് കൊണ്ടുപോയതിന് ശേഷം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് അവർ കൃത്യമായ രീതിയിൽ പഠിക്കും. നയതന്ത്ര രംഗത്ത് ഉള്ള ആളുകളുടെ ഉദ്യോഗസ്ഥരെ വെച്ചിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ സാധാരണഗതിയിൽ ഇറാൻ ചെയ്യാറുള്ളത്. അപ്പോൾ റഷ്യയിൽ നിന്ന് 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ വാങ്ങിയിട്ട് അല്ലെങ്കിൽ 100 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ വാങ്ങിയിട്ട് 500 കിലോമീറ്റർ ആക്കി മാറ്റിയിട്ട് റഷ്യക്ക് തന്നെ വിൽപ്പന നടത്തുന്ന പ്രവൃത്തി പോലും യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്യാറുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ സർവ്വ മേഖലയിലും യഥാർത്ഥത്തിൽ ഇറാൻ്റെ ആധിപത്യമാണ്. അതുകൊണ്ടാണ് അവർ ധൈര്യമായ രീതിയിൽ ഞങ്ങളൊന്ന് ആക്രമിച്ചു നോക്കൂ, ഞങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഈ ഇറാൻ്റെ
പ്രസിഡന്റ് മസൂദ് പെഷഷ്കിൻ അമേരിക്കയുടെ പ്രസിഡന്റിനെ വെല്ലുവിളിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചോ സംഘബലത്തെക്കുറിച്ചോ ശക്തിയെക്കുറിച്ചോ ലോകത്തിന് അറിയില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.